ഇഷ്ടമായി. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ബാക്ക് മേക്കിങ്ങിലാണെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളെല്ലാവരും ഇനി കാണും, നിങ്ങളുടെ കൂട്ടുകാരെയും ഫാമിലിനെയും ഒക്കെ കൊണ്ടുവന്ന് കാണും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു വലിയ ഹിറ്റായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീര പടമായിട്ടുണ്ട്. ഉല്ലാസിന്റെ പാമ്പിച്ചി ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മേക്കിംഗ് അതേ നന്നായിരുന്നു. ഇത് അതിൻ്റെയും ഒരുപാട് വേലയാണ്. നല്ല പടം. ഗംഭീര സിനിമയാണ്. പിന്നെ ചെമ്പനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ പുതുമുഖങ്ങളാണ്, അവരൊക്കെ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. മലയാളികൾക്ക് അടുപ്പിച്ച് കുറച്ച് നല്ല ഹിറ്റ് മൂവികൾ കാണാനുള്ള ഭാഗ്യമാണ്. നല്ല സിനിമയാണ്. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു. ക്യാമറ വർക്ക്, മ്യൂസിക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ കാന്താരയൊക്കെ ഇറങ്ങിയപ്പം നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ മലയാളത്തിൽ കാണാൻ പറ്റുമെന്നൊക്കെ. എന്നാലും അതിൽ ഗംഭീരമായിട്ട് നല്ലൊരു സിനിമയാണ്. ഒരു ക്ലാസിക് ടച്ചും ഒക്കെ കൂടിയിട്ടുള്ളൊരു നല്ലൊരു സിനിമയാണ്. അതാണ് നല്ല സിനിമയാണ് കാണാൻ. പടം കണ്ടേ? പടം കിടിലം പടമാണ്. അതായത് മേക്കിംഗ് ഒക്കെ പറഞ്ഞാൽ ഒരു അപാര മേക്കിംഗ്, അത് വേണം, അങ്ങനെ വേണം പറയാം. അതായത് പടം നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു തരത്തിലുള്ള മടുപ്പും ഉണ്ടാക്കല്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിലെ BGM ആണ് ഇതിൻ്റെ നട്ടലിലേക്കാണ്. അതായത് BGM ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു രോമാഞ്ചം, അത് തിയേറ്ററിൽ നിന്ന് ശരിക്കും എനിക്ക് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ല, മേക്കിംഗ് ഒക്കെ അപാര മേക്കിംഗ്. അത് അംഗവലിക്കാരൻ ചെമ്പൻ വിനോദിൻ്റെ ഞാൻ ഉല്ലാസമായിട്ട് പിടിച്ച പടമാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്തായാലും പടം നല്ല കിടിലം പടം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ആക്ടിംഗ് ബേസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിടിലാണ്. അതായത് ചെമ്പൻ വിനോദായാലും ലുക്മാനായാലും സെന്തിൽ കൃഷ്ണനായാലും പിന്നെ അതേപോലെ മണികണ്ഠനായാലും 4 പേരും ഇടുക്കി ചെയ്തിട്ടുണ്ട്. എന്തായാലും കിടിലം പടം. വെറൈറ്റി പടമാണ്. വെറൈറ്റി പടം. അതായത് ഒരു ക്രൈം ത്രില്ലറാണ്. നമുക്ക് ഫീലിലിരുന്ന് നമുക്ക് എനിക്കാൻ തോന്നില്ല, അമ്മാതിരി ഒരു പടമാണ്. എന്തായാലും കണ്ടിരിക്കാൻ തോന്നും. ഇത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ OTT ആയിട്ട് കാത്തിരിക്കുന്നവരടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. അതായത് നിങ്ങൾ തിയേറ്റർ വാച്ച് മിസ്സാക്കിയാൽ നിങ്ങൾക്ക് 100% നഷ്ടമായിരിക്കും. അത് ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം തിയേറ്ററിൽ തന്നെ കാണാനുള്ള എല്ലാ സംഭവവും ഈ പടത്തിൽ